നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ സിഐയുടെ നേതൃത്വത്തിൽ നടന്ന മർദ്ദനത്തിൽ അരിമ്പൂർ വെളുത്തൂരിലെ പട്ടികജാതിക്കാരനായ മധ്യവയസ്കന്റെ 2 വാരിയെല്ലുകൾ പൊട്ടിയതായി സ്കാനിംഗ് റിപ്പോർട്ട്. അരിമ്പൂർ വെളുത്തൂർ സ്വദേശി 50 വയസ്സുകാരൻ സുനിൽ കുമാറിന് പോലീസ് മർദ്ദനമേൽക്കുന്നത് 10 ദിവസങ്ങൾക്ക് മുൻപ്. മുഖ്യമന്ത്രിക്കും മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് പരാതിക്കാർ. തൃശൂർ ദേശമംഗലം ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ നിന്നും ജോലിക്കായി എത്തിയ അതിഥി തൊഴിലാളികളുടെ മക്കളായ 16 വയസ്സുള്ള വിക്രം, 14കാരി ശിശിര എന്നിവർ. കഴിഞ്ഞ ദിവസം ഭാരതപ്പുഴയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് മരിച്ച ചെറുതുരുത്തി സ്വദേശി 15കാരൻ ആര്യന് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ മീൻ പിടിക്കാൻ പോയ വയോധികനെ ഞാവളുംകടവ് തടയണയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ബസിന്റെ ബോർഡുകൾ വ്യക്തമാകുന്ന രീതിയിൽ പാർക്കിംഗ് ക്രമീകരണങ്ങൾ ഒരുക്കും. നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവിയുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് ക്രമീകരണ സമിതി യോഗത്തിലാണ് തീരുമാനം. തിങ്കളാഴ്ച മുതൽ പുതിയ പരിഷ്കാരം നടപ്പിലാകും. വാർത്തകൾ വിശദമായി. തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ സിഐയുടെ നേതൃത്വത്തിൽ നടന്ന കരിക്ക് കൊണ്ടുള്ള മർദ്ദനത്തിൽ അരിമ്പൂർ വെളുത്തൂരിലെ പട്ടികജാതിക്കാരനായ മധ്യവയസ്കന്റെ 2 വാരിയെല്ലുകൾ പൊട്ടിയതായി സ്കാനിങ്ങിൽ കണ്ടെത്തി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും ആരോപണ വിധേയനായ അന്തിക്കാട് സിഐ വിനീഷ്, പോലീസുകാരനായ അനൂപ് എന്നിവർക്കെതിരെ നടപടിയുണ്ടായില്ലെന്ന് പരാതിക്കാർ പറയുന്നു. 10 ദിവസം മുൻപാണ് അരിമ്പൂർ വെളുത്തൂർ സ്വദേശി വടക്കുന്തല വീട്ടിൽ സുനിൽകുമാറിനെ വെളുത്തൂർ ക്ഷേത്രത്തിൽ നടന്ന ഗാനമേളയ്ക്കിടെ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. സുനിൽകുമാറിന്റെ സഹോദരിപുത്രനടക്കം 15ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ പുലർച്ചെയോടെ സമീപത്തുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലെത്തിച്ച് കരിക്ക് തുണിയിൽ കെട്ടി ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. തന്നെ സിഐ വിനീഷും പോലീസുകാരനായ അനൂപും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് സുനിൽകുമാറിന്റെ പരാതിയിൽ പറയുന്നു. നെഞ്ചിലും മുഖത്തും മർദ്ദിച്ചു. കരുക്കുകൊണ്ട് 7 തവണ തുണിയിൽ പൊതിഞ്ഞ് ഇടിച്ച് പരുവമാക്കിയെന്നുമാണ് പരാതിയിലുള്ളത്. പോലീസ് വിട്ടയച്ച ശേഷം സുനിൽകുമാർ അടക്കം 6 പേർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സുനിൽകുമാറിന്റെ വലതുവശത്ത് പുറംഭാഗത്ത് 2 വാരിയെല്ലുകൾ പൊട്ടിയതായും ലങ്സിനു ചുറ്റും വായു കെട്ടി നിൽക്കുന്നതായും കണ്ടെത്തിയത്. ഓപ്പറേഷൻ നടത്താനായി വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തണം. വീട്ടിൽ കടുത്ത വേദന മൂലം അധികം നടക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ്. അമ്മ ശാന്തയാണ് സഹായത്തിനുള്ളത്. സിഐക്കും പോലീസുകാരനുമെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ, DGP, പട്ടികജാതി ക്ഷേമ വകുപ്പ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നാണ് സുനിൽകുമാർ ആവശ്യപ്പെടുന്നത്. രാത്രി 2 മണി നേരത്തെ അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ പഴയ അന്തിക്കാട് സ്റ്റേഷനിൽ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു. എൻ്റെ വാരിയലുകൾക്ക് പൊട്ടുകൾ ഉണ്ടായി. പിന്നെ 7 ഇടി തന്നെ ഇടിച്ചു. ഒരു ചവിട്ട് ചവിട്ടി, പിന്നെ മുഖത്തൊരു ഇടി ഇടിച്ചു. പിന്നെ പറയാൻ കൊള്ളില്ലാത്ത തരത്തിലുള്ള തെളിവുകളാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനും പറഞ്ഞത്. എന്നെ അതിഗംഭീരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ എല്ല് പൊട്ടി ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിപ്പോ അവിടുന്ന് ഡേറ്റ് കിട്ടാത്ത കാരണം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഡേറ്റ് എനിക്ക് തിരിഞ്ഞും പറഞ്ഞും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഈ പല മേലധികാരികളും പരാതി കൊടുത്തിട്ട് അവിടുന്ന് ഒരു ഇതുണ്ടായിട്ടില്ല എന്ന് വരെ ഒരു ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് 2 കുട്ടികൾ മരിച്ചു. ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തി. സഹോദരങ്ങളായ 16 വയസ്സുള്ള വിക്രം, 14കാരി ശിശിര എന്നിവരാണ് മരിച്ചത്. ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ നിന്നും ജോലിക്കായി വന്ന അതിഥി തൊഴിലാളികളുടെ മക്കളാണ് മരിച്ചത്. അമ്മ സുധ വറവട്ടൂരിലെ കന്നുകാലി ഫാമിൽ ജോലി ചെയ്തു വരികയാണ്. വൈകിട്ട് വറവട്ടൂർ ഭാഗത്തായിരുന്നു അപകടം. ഒരു കുട്ടി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയതിനു ശേഷമാണ് മറ്റു 2 കുട്ടികൾ കൂടി വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ടെന്ന വിവരം നാട്ടുകാർ അറിയുന്നത്. തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്നാണ് നിഗമനം. കുട്ടികളുടെ മൃതദേഹങ്ങൾ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കഴിഞ്ഞ ദിവസം ഭാരതപ്പുഴയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് മരിച്ച ചെറുതുരുത്തി സ്വദേശി ആര്യന് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയ ആര്യൻ +1 ചേരണമെന്ന ആഗ്രഹം ബാക്കിവെച്ചാണ് മടങ്ങുന്നത്.
പയങ്കുളം റോഡ് റെയിൽവേ ഗേറ്റിന് സമീപം പടിഞ്ഞാറെ തോപ്പിൽ തൊടിയിലെ വീട്ടിലേക്ക് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ആര്യന്റെ മൃതദേഹം എത്തിച്ചത്. മൃതദേഹത്തിന് മുന്നിൽ ആര്യനെന്നും താങ്ങും തണലുമായി ഒപ്പമുണ്ടായിരുന്ന രണ്ടാനമ്മ ബേബിയുടെ സങ്കടത്തിന് മുന്നിൽ നാട്ടുകാരും വിതുമ്പിപ്പോയി. ചെറുപ്പത്തിൽ തന്നെ ആര്യന്റെയും സഹോദരൻ ആദ്യത്തിന്റെയും മാതാവ് ദീപ മരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് പിതാവ് സുരേന്ദ്രൻ വാടാനംകുറിശി സ്വദേശിനി ബേബിയെ വിവാഹം കഴിച്ചത്. 4 വർഷം മുൻപ് കോവിഡിനെ തുടർന്ന് സുരേന്ദ്രൻ മരിച്ച ശേഷം കൂലിപ്പണിക്ക് പോയും ടൈലറിംഗ് ജോലി നോക്കിയുമാണ് ബേബി ആര്യനെയും സഹോദരൻ ആദ്യത്തിനെയും സംരക്ഷിച്ചു വരുന്നത്. 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ആര്യൻ മനസ്സിനിഷ്ടപ്പെട്ട വിഷയത്തിൽ +1 ചേരണമെന്ന സ്വപ്നം ബാക്കിവെച്ചാണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ബസിന്റെ ബോർഡുകൾ വ്യക്തമാകുന്ന രീതിയിൽ പാർക്കിംഗ് ക്രമീകരണം ഒരുക്കും. ഇതിനായി ബസ്സുകൾ വെയിറ്റിംഗ് ഏരിയയ്ക്ക് അഭിമുഖമായി നിർത്താൻ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവിയുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് ക്രമീകരണ സമിതിയിൽ തീരുമാനം. നിലവിൽ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നതിന്റെ എതിർവശത്തേക്കാണ് ബസ്സുകളുടെ മുൻഭാഗം നിർത്തുന്നത്. സ്റ്റാൻഡിൽ ഇത് നിരവധി അപകടങ്ങൾക്കാണ് വഴിവെച്ചത്. എങ്ങോട്ട് പോകുന്ന ബസ്സാണെന്ന് നോക്കാനായി ബസ്സിനെ പ്രദക്ഷിണം വെക്കേണ്ട അവസ്ഥയാണിപ്പോൾ. ബസ് സ്റ്റാൻഡിനോട് അഭിമുഖമായി ബസ് നിർത്തിയാൽ ബസ് സ്റ്റാൻഡിലൂടെ തന്നെ നടന്നുവന്ന് യാത്രക്കാർക്ക് ബസ്സിൽ കയറാം. സ്കൂൾ കൂടി തുറന്നാൽ ബസ് സ്റ്റാൻഡിൽ തിരക്ക് വർദ്ധിക്കും. ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചാണ് ട്രാഫിക് ക്രമീകരണ കമ്മിറ്റിയിൽ നടപടി. ബസ് സ്റ്റാൻഡിനോട് അഭിമുഖമായി ബസ്സുകൾ നിർത്തിയാൽ കോൺക്രീറ്റ് ഡിവൈഡറുകളിൽ ബസ് തട്ടുമെന്ന് യോഗത്തിൽ ബസ് അധികൃതർ ഉന്നയിച്ചു. തട്ടുന്ന ഡിവൈഡറുകൾ മാറ്റുമെന്ന് ഇവർക്ക് ഉറപ്പു നൽകി. ബസ് സ്റ്റാൻഡിലുള്ള ഓട്ടോ സ്റ്റാൻഡിൽ 2 വരിയായിട്ടാണ് ഓട്ടോ നിർത്തുന്നത്. ഇത് ഒറ്റ വരിയാക്കി ബാക്കിയുള്ള ഭാഗം കാൽനട യാത്രക്കാർക്ക് ഉപയോഗപ്പെടുത്താനും തീരുമാനിച്ചു. തിങ്കളാഴ്ച മുതൽ പുതിയ പരിഷ്കാരം നടപ്പാക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് അറിയിച്ചു. ബസ് ഓണേഴ്സും ബസ് ജീവനക്കാരും ചില അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടായി. ഈ ബസ് സ്റ്റാൻഡിന് അഭിമുഖമായി നിർത്തുന്ന സമയത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അവർ 2 മിനിറ്റും 3 മിനിറ്റൊക്കെയാണ് അവർക്ക് സമയമുള്ളൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ബസ് സ്റ്റാൻഡിനകത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കോൺക്രീറ്റിൻ്റെ ഒരു ഡിവൈഡർ ഉണ്ട്. ആ ഡിവൈഡർ ചില ഭാഗങ്ങളിൽ മുറിക്കേണ്ടതായിട്ടുണ്ട്. അത് മുറിച്ചു കൊടുക്കുക. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് അത് നടപ്പാക്കാൻ ആവശ്യമായിട്ട് ഇടപെടൽ കൂടി നഗരസഭയുടെ ഭാഗത്തുണ്ട്. ആളുകൾ കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ച് ബസ് നിർത്തുകയും ആളുകൾക്ക് ഇപ്പോൾ മഴക്കാലം വരികയാണ്, കുട്ടികളുണ്ട്, അപ്പോൾ അവർക്ക് ബസ് ഏതാണെന്ന് നോക്കി വേഗം വന്ന് കയറുന്നതിന് വേണ്ടി പൊതുജനങ്ങളുടെ സുരക്ഷയും അവരുടെ ആവശ്യവും പരിഗണിച്ചുകൊണ്ട് ബസ്സുകൾ അവർക്ക് തിരിച്ചു നിർത്തുവാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച തൊട്ട് നടപ്പിലാക്കും. അതേപോലെ തന്നെ ഓട്ടോറിക്ഷ അവിടെ 2 വരിയായിട്ടാണ് ഓട്ടോറിക്ഷകൾ അവിടെ നിൽക്കുന്നത്. അതിനെ 1 വരിയായിട്ട് നിർത്തുകയും അതിൻ്റെ ബാക്കി ഭാഗത്ത് കൂടെ ആളുകൾക്ക് നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്തുവാനുള്ളൊരു സംവിധാനം അവിടെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. ബസ്സുകളുടെ അമിത വേഗത കാരണം സ്റ്റാൻഡിൽ വെച്ച് അതിഥി തൊഴിലാളി ബസ്സടിച്ച് മരിക്കുന്ന സ്ഥിതിയുമുണ്ടായി. സ്റ്റാൻഡിൽ ബസ്സുകളുടെ വേഗം കുറച്ച് യാത്രക്കാർക്ക് സുരക്ഷയൊരുക്കാൻ കഴിഞ്ഞ ദിവസം ഹമ്പ് സ്ഥാപിച്ചിരുന്നു. നിലവിൽ CCTVയുടെ നിരീക്ഷണത്തിലാണ് ബസ് സ്റ്റാൻഡും പരിസര പ്രദേശവും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് അസിസ്റ്റന്റ് സെക്രട്ടറിയായി വിരമിക്കുന്ന കെ രാധാകൃഷ്ണന് യാത്രയയപ്പ് നൽകി. ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സാധാരണഗതിയിൽ വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെ യാത്രയയപ്പ് സമ്മേളനത്തിലൊക്കെ ആശംസിക്കുക വിശ്രമ ജീവിതം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു വിശ്രമ ജീവിതം ആർക്കും ആശംസിക്കുന്നത് ന്യായമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇപ്പോൾ സഹകരണ ബാങ്കിൽ 58 വയസ്സല്ല, 58 കാരണം 58ആണ്. സർക്കാർ സർവീസിൽ 56ആണ്. ബാങ്കിലൊക്കെ മറ്റ് ബാങ്കുകളിലൊക്കെ 60ആണ്. 56ആണെങ്കിലും 58ആണെങ്കിലും 60ആണെങ്കിലും വിശ്രമിക്കാനുള്ള പ്രായമല്ല. ഈ പ്രായത്തിലുള്ള ഒരാളോട് ഇനി നിങ്ങൾ പോയി വിശ്രമിക്കൂ എന്ന് പറയുന്നതിനേക്കാൾ വലിയ അന്യായം മറ്റൊന്നുമില്ല. ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA അധ്യക്ഷനായി. ബാങ്കിന്റെ ആദ്യകാല മെമ്പർമാരെയും കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. ബാങ്ക് സെക്രട്ടറി N ലത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി, വൈസ് പ്രസിഡന്റ് T ശശികുമാർ, ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K വിജയകുമാർ, ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ, ഒറ്റപ്പാലം കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് K രത്നമ്മ, പാലപ്പുറം ശ്രീരാമകൃഷ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K കുഞ്ഞിലക്ഷ്മി, അമ്പലപ്പാറ വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് P ലതിക, CPIM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, KCEU സംസ്ഥാന വൈസ് പ്രസിഡന്റ് M ഗോപാലകൃഷ്ണൻ, ജീവനക്കാരുടെ പ്രതിനിധി AM സുനിൽകുമാർ, K രാധാകൃഷ്ണൻ, ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് T സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മീൻ പിടിക്കാൻ പോയ വയോധികനെ ഭാരതപ്പുഴ തടയണയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുങ്ങോട്ടുകുറിശി തുവക്കാട് മുഹമ്മദിന്റെ മകൻ 73 വയസ്സുള്ള TM അബ്ദുൾ ഖാദറിനെയാണ് പെരുങ്ങോട്ടുകുറിശി ഞാവളുംകടവ് തടയണയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുളങ്ങളിലും പുഴകളിലും മത്സ്യം പിടിച്ചു വിറ്റ് ജീവിക്കുന്ന അബ്ദുൾ ഖാദർ ശനിയാഴ്ച രാവിലെ മീൻ പിടിക്കാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതാണ്. ഉച്ചയ്ക്ക് ശേഷവും കാണാതായതോടെ വീട്ടുകാർ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് തടയണയിൽ വൈകുന്നേരം 4:30 കണ്ടെത്തിയത്. ഭാര്യ സാറ, മക്കൾ ഹസൻ മുഹമ്മദ്, ഹുസൈൻ, ഫാറൂഖ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ ചിറ്റണ്ട തൃക്കണപ്പതിയാരം സെന്ററിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വീട്ടുമതിലിൽ ഇടിച്ചു മറിഞ്ഞു. അപകടത്തിൽ പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്ന പട്ടാമ്പി സ്വദേശികളായ 2 പേർക്ക് പരിക്ക്. മണ്ണുത്തിയിൽ നിന്നും ചെടികളുമായി വരികയായിരുന്നു പിക്കപ്പ്. നിയന്ത്രണം വിട്ട് ചാലിയിൽ യഹിയയുടെ വീട്ടുമതിലിടിച്ച് മറിയുകയായിരുന്നു. പരിക്കേറ്റ പിക്കപ്പ് വാനിലെ യാത്രക്കാരായ ഇബ്രാഹിം, അജ്മൽ എന്നിവരെ ആദ്യം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു അപകടം. കുണ്ടന്നൂർ ചുങ്കം മുതൽ ഒരു വശത്തെ റോഡ് നിർമ്മാണത്തിലുള്ള അപാകതയാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അതിരപ്പിള്ളിയിൽ കാട്ടാനയെ പ്രകോപിച്ചതിന് വിനോദസഞ്ചാരികൾക്ക് എതിരെ കേസെടുത്തു. തമിഴ്നാട്ടിൽ നിന്നും എത്തിയ 7 അംഗ സംഘത്തിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഒന്നാം പ്രതി തമിഴ്നാട് റാണിപ്പേട്ട് സ്വദേശി M സൗഗത്തിനെ റിമാൻഡ് ചെയ്തു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ആനയ്ക്ക് മധുരപലഹാരങ്ങൾ എറിഞ്ഞുകൊടുത്ത് പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു. സുഹൃത്തുക്കളുമായി പന്തയം വെച്ചാണ് ആനയെ പ്രകോപിപ്പിച്ചത്. പിന്നാലെ വിനോദസഞ്ചാരികൾക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും ചെയ്തു. ദൃശ്യങ്ങൾ പകർത്തിയ മറ്റൊരു വിനോദസഞ്ചാര സംഘമാണ് വനം വകുപ്പിന് വിവരം കൈമാറിയത്. ഇതേ തുടർന്ന് വനം വകുപ്പ് സംഭവസ്ഥലത്തെത്തി 7 പേരെയും പിടികൂടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലക്കിടി മംഗലം പുത്തൂർ വാഗീശ്വരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചടങ്ങിൽ വെച്ച് ഞായറാഴ്ച പിറന്നാൾ ആഘോഷിക്കുന്ന മണ്ണൂർ രാജകുമാരനുണ്ണിയെ ക്ഷേത്രം ഭാരവാഹികൾ ആദരിച്ചു. മംഗലം പുത്തൂർ വാഗീശ്വരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, താന്ത്രിക പൂജ, നവകം, പഞ്ചഗവ്യം എന്നിവ നടന്നു. പാനാവൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നൃത്തോത്സവ പരിപാടികളുടെ ഉദ്ഘാടനം ഡോക്ടർ PK മാധവൻ നിർവഹിച്ചു. തുടർന്ന് ഭദ്രദീപം തെളിയിച്ചു. വാർഷികോത്സവം വരുന്നത് പ്രതിഷ്ഠാദിന വാർഷികം നടന്നത് വൈശാഖ പുണ്യകാലത്താണെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട്. പൊതുവെ വൈശാഖം എല്ലാവർക്കും പുണ്യപ്രദമായിട്ടുള്ള കാലമാണ്. വിശേഷിച്ച് വിഷ്ണു, ശ്രീകൃഷ്ണ, ശ്രീരാമ ക്ഷേത്രങ്ങളിൽ അതിന് കൂടുതലായിട്ടുള്ള പ്രാധാന്യം ആചാര്യന്മാരെ കൽപ്പിച്ചു കാണുന്നു. ചടങ്ങിൽ വെച്ച് പിറന്നാൾ ആഘോഷിക്കുന്ന മണ്ണൂർ രാജകുമാരനുണ്ണിയെ ക്ഷേത്രം ഭാരവാഹികൾ ആദരിച്ചു. പ്രസിഡന്റ് ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ രാജകുമാരനുണ്ണി, ഡോക്ടർ സദനം ഹരികുമാർ, ലൈല രാജകുമാരനുണ്ണി, വാസന്തി ഹരികുമാർ, ചന്തു, ശിവദാസ്, ഉണ്ണികൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. 84ാം പിറന്നാൾ ആഘോഷിക്കുന്ന രാജകുമാരനുണ്ണിയുടെ നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനം നടത്തി. തുടർന്ന് ക്ഷേത്രത്തിൽ ഭക്തരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാണ് രാജകുമാരനുണ്ണി പിറന്നാൾ ആഘോഷിച്ചത്. ഭഗവാന്റെ സന്നിധാനത്തിൽ, ഭഗവാന്റെ അന്നദാനത്തിൽ ഭക്തന്മാരോടൊപ്പം പങ്കെടുത്ത് എനിക്കൊന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഭഗവാന്റെ അനുഗ്രഹം കിട്ടണമെന്നുള്ള മോഹമുണ്ട്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിൽ, വാഗേശ്വര ക്ഷേത്രത്തിൽ ശ്രീരാമകുമാരൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആഭിമുഖ്യത്തിലാണ് ഈ അമ്പലമുള്ളത്. ഇവിടെ എല്ലാ കൊല്ലവും വരാനും അതിൽ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എൻ്റെ പിറന്നാളും ഇവിടുത്തെ പ്രതിഷ്ഠാദിനം ഒരു ദിവസമാണ് വരുന്നത്. തുടർന്ന് തിരുവാതിരക്കളി, പഞ്ചവാദ്യം എന്നിവയും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പൊരിവെയിലിൽ പോലീസ് വേഷമണിഞ്ഞ് ചുറുചുറുക്കോടെ ഗതാഗതം നിയന്ത്രിക്കുകയാണ് തൃശൂർ കാഞ്ഞാണിയിലെ 60കാരനായ അനിൽകുമാർ. ഗതാഗത നിയന്ത്രണത്തിലൂടെ പോലീസിനെയും ജനങ്ങളെയും സഹായിക്കാൻ തുടങ്ങിയിട്ട് വർഷം 30 കഴിഞ്ഞു. കാഞ്ഞാണി സെന്ററിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് കണ്ടാണ് അനിൽകുമാർ ജനസേവനത്തിനായി ഇറങ്ങിത്തിരിച്ചത്.
പതിറ്റാണ്ടുകളായി തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിലൂടെ കാഞ്ഞാണി വഴി കടന്നുപോകുന്നവർ അനിൽകുമാറിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കെട്ടിലും മട്ടിലും ഒരു ഒന്നൊന്നര പോലീസ്, കൊമ്പൻ മീശയും കാക്കി പാന്റും പോലീസിന്റെ ഓവർകോട്ടും അണിഞ്ഞ് കാഞ്ഞാണി സെന്ററിൽ തലങ്ങും വിലങ്ങും ഓടി നടന്നാണ് ഗതാഗത നിയന്ത്രണം. വാഹനങ്ങളെ ബ്ലോക്കിൽപ്പെടാതെ പോകാൻ തന്റെ ഒഴിവു സമയം മാറ്റിവെച്ചതിന് കിട്ടുന്ന പ്രതിഫലം എന്തെന്ന് ചോദിച്ചാൽ ആത്മസംതൃപ്തി മാത്രമാണെന്ന് അനിൽ പറയും. അനിൽകുമാറിന്റെ ആത്മാർത്ഥത കണ്ടറിഞ്ഞ് അന്തിക്കാട് CI ആയിരുന്ന PK ദാസാണ് പോലീസ് എന്നെഴുതിയ ഓവർകോട്ട് നൽകിയത്. നിയമം ലംഘിക്കുന്ന വാഹനങ്ങളുടെ നമ്പർ എഴുതിയെടുത്ത് അനിൽ പോലീസിന് നൽകിയാൽ നടപടിയുമുണ്ടാകും. എൻ്റെ ജോലി കഴിഞ്ഞപ്പോൾ അവിടെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത്രയും ഭയങ്കര ബ്ലോക്ക് അവിടെ വരാറ്. അതുകൊണ്ട് അപ്പം ഇതിൽ ആംബുലൻസ് വരാൻ വരും. അപ്പോൾ ബ്ലോക്ക് കഴിഞ്ഞാൽ അവർക്ക് ഒരു 10 സെക്കൻഡിൽ ജീവൻ പോണതാണ്. അപ്പോൾ നമ്മളുള്ള അതൊരു ഹോം ഗ്രൗണ്ട് നമുക്ക് പിടിക്കും. എല്ലാവർക്കും പ്രാർത്ഥനയൊക്കെ നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നിൽക്കുന്ന വേണ്ടിയിട്ട് ദാസാറ് പിന്നെ കുറേ ആൾക്കാരെ ചീത്ത അറിയും. ചീത്ത അറിയുമ്പോൾ ദാസാറ് വിളിച്ചിട്ട് ഈ സ്പോട്ട് തന്നതാണ്. എന്തെങ്കിലും വല്ല ഇതുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ് സാറ് പറഞ്ഞുള്ളത് നമ്പർ നോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ നോക്കിയിട്ട് വേറെ ഒന്നും ഇതാക്കണ്ടാകുന്നു. ആരെന്ത് വന്ന് എന്ത് ഇതാക്കിയാലും നമ്പർ നോട്ട് ചെയ്യുക. ഇത് സ്റ്റേഷനിൽ വാട്സപ്പ് ചെയ്യാൻ സർക്കിൾ സാറ് അതുവഴി നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ കാര്യങ്ങൾ. മണലൂർ സർക്കാർ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൗട്ടിലുണ്ടായിരുന്ന കാലം മുതലാണ് അനിലിന് പോലീസ് ചിന്തകൾ ഉടലെടുക്കുന്നത്. ഡ്രൈവറാകാനായിരുന്നു അനിലിന് നിയോഗമെങ്കിലും ജനസേവനത്തിനായി ഇറങ്ങിത്തിരിച്ചു. സ്വകാര്യ സ്കൂൾ ബസ്സിലെ ഡ്രൈവറാണ് അനിലിപ്പോൾ. വൈകിട്ട് തിരക്കേറിയ സമയങ്ങളിലാണ് പോലീസിനെ സഹായിക്കാനായി അനിലെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഈ വർഷം ഹജ്ജ് കർമ്മത്തിനായി പോകുന്ന മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ അംഗങ്ങൾക്ക് ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. കേരള അറബിക് ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സമ്മേളനത്തിൽ മുൻ പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ ഡയറക്ടർ VS മുഹമ്മദ് ഇബ്രാഹിം അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി KA അബ്ദുറബ് മാസ്റ്റർ ഹജ്ജ് ക്ലാസ് നടത്തി. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് NC ഫാറൂഖ്, മുൻ DFO ഉമ്മർ, അലി ആലത്തൂർ, KATF ജില്ലാ സെക്രട്ടറി KM അബ്ദുൽ ഹക്കീം, KS മുഹമ്മദ് അബ്ബാസ്, അക്ബർ ബാഷ, ബഷീർ മാസ്റ്റർ, M സുലൈമാൻ, ലൈല തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി C മുഹമ്മദ് ഷെരീഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അൻവർ ഹുസൈൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. തൃശൂർ പെരുമ്പിലാവിൽ നിയന്ത്രണം വിട്ട ലോറി മരത്തിലിടിച്ച് അപകടം. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇടപ്പള്ളിയിൽ നിന്നും ബ്രെഡുമായി കൊരട്ടിക്കരയിലേക്ക് പോകുകയായിരുന്ന പാഴ്സൽ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. എതിർദിശയിൽ നിന്നും വന്ന മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. നിയന്ത്രണം വിട്ട ലോറി പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപത്തെ കൂറ്റൻ ബദാം മരത്തിലിടിച്ചാണ് നിന്നത്. ടയറിനിടയിൽപ്പെട്ട മരം ലോറിക്ക് മുകളിലേക്ക് വീഴാതെ നിന്നതിനാൽ ഡ്രൈവർ ആന്റണി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. സമീപത്തെ ഹോട്ടലിന്റെ ബോർഡും ഇടിയുടെ ആഘാതത്തിൽ തകർന്നിട്ടുണ്ട്. പുലർച്ചെ 6ഓടെ മേഖലയിലെ സന്നദ്ധ പ്രവർത്തകരും ടീം വെൽഫെയർ അംഗങ്ങളും മറിഞ്ഞു വീണ ബദാം മരത്തിന്റെ കൊമ്പും ചില്ലകളും വെട്ടിമാറ്റി മേഖലയിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാഞ്ഞാൾ തോട്ടത്തിൽ മനയിൽ 12 ദിവസങ്ങളായി നടന്ന ശ്രീ കിരാതരുദ്ര യജ്ഞത്തിന് സമാപനമായി. സമാപന ദിനത്തിൽ മേളം അവതരിപ്പിക്കാൻ സാധിച്ചത് ഭാഗ്യമെന്ന് പെരുവനം കുട്ടന്മാരാർ. പാഞ്ഞാൾ തോട്ടത്തിൽ മനയിൽ 12 ദിവസങ്ങളിലായി നടന്ന മഹാകിരാതരുദ്രയജ്ഞത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ശനിയാഴ്ച വൈകിട്ട് 6:30 വേട്ടക്കരൻ മുല്ലക്കൽ പാട്ടും പത്മശ്രീ പെരുമനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 100ഓളം വരുന്ന ചെണ്ട കലാകാരന്മാരുടെ മേളത്തിന്റെയും അകമ്പടിയോടുകൂടി വേട്ടേക്കരൻ എഴുന്നള്ളിപ്പ് നടന്നു. ശേഷം കളംപൂജ, കളംപാട്ട്, നാളികേരമേറ്, കളംമാക്കിൽ എന്നിവ നടന്നതോടെ ഈ വർഷത്തെ മഹാകിരാതരുദ്ര യജ്ഞത്തിന് സമാപനം കുറിച്ചുവെന്ന് ട്രസ്റ്റ് ഭാരവാഹികളായ തോട്ടത്തിൽ മന കുട്ടൻ തിരുമേനി, MS പ്രതീഷ് തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ജില്ലയിൽ കരിമ്പനകളുടെ പ്രതാപകാലം തിരിച്ചുപിടിക്കാനൊരുങ്ങി പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ. ജില്ലയിൽ സമൃദ്ധമായി നിലനിന്നിരുന്ന കരിമ്പനകൾ ആവാസ വ്യവസ്ഥയെ പോലും ബാധിച്ചേക്കാവുന്ന വിധം വെല്ലുവിളി നേരിടുന്നെന്ന ചിന്തയാണ് ബാലനെ കരിമ്പന വെച്ചുപിടിപ്പിക്കണമെന്ന ലക്ഷ്യത്തിലെത്തിച്ചത്. 4 വർഷമായി കരിമ്പനകൾ നട്ടുപിടിപ്പിക്കുന്നുണ്ടെങ്കിലും മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധ നൽകാനാണ് തീരുമാനം. കരിമ്പനയുടെ പഴം ശേഖരിച്ച് വിത്തൊരുക്കുകയാണ് ബാലൻ ഇപ്പോൾ ചെയ്യുന്നത്. പലയിടങ്ങളിൽ സ്വന്തം വാഹനത്തിൽ ശേഖരിച്ച് വീട്ടുവളപ്പിന് സമീപമിട്ട് വിത്തൊരുക്കുകയാണിപ്പോൾ. ഇതിനായി 3000ഓളം പനമ്പഴം വേനലിൽ ശേഖരിച്ചു കഴിഞ്ഞു. 5 വർഷം കൊണ്ട് 10 ലക്ഷം കരിമ്പന തൈകൾ നട്ടുപിടിപ്പിച്ച് ജില്ലയെ കരിമ്പനകളുടെ ഹരിത നാടാക്കി മാറ്റാനാണ് ശ്രമം. മങ്കര ഇറാം ഗ്രൂപ്പ് സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് കല്ലൂർ ബാലൻ പറഞ്ഞു. വനവൽക്കരണത്തിന്റെ ഭാഗമായി മണ്ണ് നനഞ്ഞു കിടക്കുന്ന സമയത്ത്, അതായത് മഴക്കാലങ്ങളിൽ വിത്തുകൾ ശേഖരിച്ച് നേരിട്ട് മണ്ണിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങുന്ന വേര്
കറക്റ്റ് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് ചെടികൾക്ക് ബലമുണ്ടാവും, സമയനഷ്ടം, മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവായി കിട്ടും. ഇതിനു വേണ്ടി പലതരം വിത്തുകളാണ് ശേഖരിക്കുന്നത്. കൂടുതലായിട്ട് ഇറാൻ ഗ്രൂപ്പിൻ്റെ സഹായത്തോട് കൂടിയിട്ട് 10 ലക്ഷം കരിമ്പനകൾ നടാനുള്ള ലക്ഷ്യമായി ഓടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ മറ്റുള്ള വിത്തുകളെല്ലാം ശേഖരിച്ച് മണ്ണിൽ നട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനങ്ങൾക്കായി ഇറാം ഗ്രൂപ്പ് മേധാവി ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് ബാലന് സൗജന്യമായി വാഹനവും നൽകിയിട്ടുണ്ട്. ഉണക്കി മുളപ്പിക്കുന്ന വിത്തുകൾ മഴക്കാലം തുടങ്ങുന്നതോടെ മണ്ണിൽ കുഴിച്ചിടും. വനമേഖലകൾ, പൊതുയിടങ്ങൾ, പാതയോരങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇവ നടുന്നത്. ഇതിനിടയിൽ വിവിധ മാമ്പഴ വിത്തുകളും ശേഖരിക്കുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തകൻ KK റഹ്മാനും ബാലന്റെ സഹായത്തിനായുണ്ട്. കല്ലൂർ ബാലന്റെ രാപ്പകലില്ലാതെയുള്ള പരിസ്ഥിതി പ്രവർത്തനം മാതൃകയാണെന്നും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുവെന്നും കേരകേസരി മുൻ അവാർഡ് ജേതാവായ സൂര്യനാരായണൻ പറഞ്ഞു. പുനർജീവിക്കാൽ പാലക്കാടിന്റെ തനതായ അവസ്ഥ പുനർജനിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ബാലൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്കെല്ലാവർക്കും ബാലയോട് സഹകരിക്കാം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം 24 മനെ ചെട്ടിയാർ മാരിയമ്മൻ പൂജയോടനുബന്ധിച്ച് വാണിയംകുളം പുലാചിത്ര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് അഭിഷേകകുടം കൊണ്ടുപോകുന്ന ചടങ്ങ് നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ CIയുടെ നേതൃത്വത്തിൽ നടന്ന മർദ്ദനത്തിൽ അരിമ്പൂർ വെളുത്തൂരിലെ പട്ടികജാതിക്കാരനായ മധ്യവയസ്കന്റെ 2 വാരിയെല്ലുകൾ പൊട്ടിയതായി സ്കാനിംഗ് റിപ്പോർട്ട്. അരിമ്പൂർ വെളുത്തൂർ സ്വദേശി 50 വയസ്സുകാരൻ സുനിൽകുമാറിന് പോലീസ് മർദ്ദനമേൽക്കുന്നത് 10 ദിവസങ്ങൾക്ക് മുൻപ്. മുഖ്യമന്ത്രിക്കും മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് പരാതിക്കാർ. തൃശൂർ ദേശമംഗലം ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ നിന്നും ജോലിക്കായി എത്തിയ അതിഥി തൊഴിലാളികളുടെ മക്കളായ 16 വയസ്സുള്ള വിക്രം, 14കാരി ശിശിര എന്നിവർ. കഴിഞ്ഞ ദിവസം ഭാരതപ്പുഴയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് മരിച്ച ചെറുതുരുത്തി സ്വദേശി 15കാരൻ ആര്യന് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ മീൻ പിടിക്കാൻ പോയ വയോധികനെ ഞാവളുംകടവ് തടയണയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ബസിന്റെ ബോർഡുകൾ വ്യക്തമാകുന്ന രീതിയിൽ പാർക്കിംഗ് ക്രമീകരണങ്ങൾ ഒരുക്കും. നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവിയുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് ക്രമീകരണ സമിതി യോഗത്തിലാണ് തീരുമാനം. തിങ്കളാഴ്ച മുതൽ പുതിയ പരിഷ്കാരം നടപ്പിലാകും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.